ورتل القرآن ترتيلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദിലെ മഖാരിജുൽ ഹുറൂഫ് എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മഖാരിജുൽ ഹുറൂഫിൽപ്പെട്ട ഒന്നാമത്തെ പ്രധാന മഖ്റജായ ജൗഫിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ പ്രധാന മഖ്റജിൽപ്പെട്ട അൽ ഹൽഖ് എന്ന മഖ്റജിനെ കുറിച്ചും ആ പ്രധാന മഖ്റജിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന മറ്റു ഉപമഖ്റജുകളെക്കുറിച്ചും അതിൻ്റെ അക്ഷരങ്ങളെക്കുറിച്ചും ശരിയായ ഉച്ചാരണത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ അൽ ഹൽഖ് എന്ന തൊണ്ട എന്ന പ്രധാന മഖ്റജിൽ നിന്ന് 3 ഉപമഖ്റജുകളാണ് കടന്നു വരുന്നത്. 1 അഖ്സൽ ഹൽഖ്, 2 വസത്തുൽ ഹൽഖ്, 3 അദ്നൽ ഹൽഖ് എന്നിങ്ങനെ 3 ഉപമഖ്റജുകളാണ് തൊണ്ട എന്ന മഖ്റജിൽ നിന്നും വരുന്നത്. അഖ്സൽ ഹൽഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊണ്ടയുടെ ഏറ്റവും അങ്ങേയറ്റം എന്നാണ്. അതായത് തൊണ്ടയുടെ അടിഭാഗം, ഈ തൊണ്ടയുടെ അടിഭാഗം, നെഞ്ചിൻ്റെ തൊട്ട് മുകളിലുള്ള തൊണ്ടയുടെ ഈ ഭാഗത്തിനാണ് അഖ്സൽ ഹൽഖ് എന്ന് പറയാം. അവിടെ നിന്നും 2 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്. ഒന്ന് ഹംസ. ഹംസ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാണ് ഹംസ എന്ന് പറയാം. ഉച്ചാരണം അ എന്നാണ്. അ ഇ ഉ ഇ എന്ന ഉച്ചാരണമാണ് വരുന്നത്. രണ്ടാമത്തെ അക്ഷരം ഹ. വളരെ ഗൗരവത്തിൽ ഗാംഭീര്യത്തോടു കൂടി നമ്മൾ ഉച്ചരിക്കുന്ന ഹ എന്ന അക്ഷരമാണ് തൊണ്ടയുടെ അഖ്സൽ ഹൽക്കിൽ നിന്നും അങ്ങേയറ്റത്തു നിന്ന് വരുന്ന രണ്ടാമത്തെ അക്ഷരം. വസത്തുൽ ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ മധ്യഭാഗം എന്നാണ്. അഖ്സൽ ഹൽക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് തൊണ്ടയുടെ മധ്യം, അവിടെ നിന്ന് വരുന്ന 2 അക്ഷരങ്ങളാണ്. ഒന്ന് ഐൻ, രണ്ടാമത്തത് ഹ. ഐൻ ഹ എന്നീ 2 അക്ഷരങ്ങളാണ് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരുന്നത്. അദ്നൽ ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം എന്നർത്ഥം. നമ്മുടെ വായയോടടുത്ത് നിൽക്കുന്ന തൊണ്ടയുടെ ഭാഗം, ഈ മുകൾ ഭാഗത്തിനാണ് അദ്നൽ ഹൽഖ് എന്ന് പറയാം. അവിടെ നിന്നും 2 അക്ഷരമാണ് വരുന്നത്. ഒന്ന് ഗൈൻ, രണ്ടാമത്തത് ഖ. ഗൈൻ ഖ എന്നീ 2 അക്ഷരമാണ് വരുന്നത്. ഇങ്ങനെ തൊണ്ട എന്ന പ്രധാന മഖ്റജിൽ നിന്നും 3 ഉപമഖ്റജുകളിലായിക്കൊണ്ട് 6 അക്ഷരങ്ങളാണ് മൊത്തത്തിൽ വരുന്നത്. ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ എന്നീ 6 അക്ഷരങ്ങളാണ് തൊണ്ട എന്ന മഖ്റജിലെ വ്യത്യസ്തമായ 3 മഖ്റജിൽ നിന്നായും വരുന്നത്. ഈ 6 അക്ഷരങ്ങൾ തൊണ്ട എന്ന പ്രധാന മഖ്റജിൽ നിന്നാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഹുറൂഫുൽ ഹൽഖ്, തൊണ്ടയുടെ അക്ഷരങ്ങൾ എന്ന് ഈ 6 അക്ഷരങ്ങൾക്ക് പറയാറുണ്ട്. ഇനി ഈ തൊണ്ടയുടെ 3 മഖ്റജായ ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് അഖ്സൽ ഹൽക്കാണ്, തൊണ്ടയുടെ ഏറ്റവും അങ്ങേയറ്റം. അഖ്സൽ ഹൽക്കിൽ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ 2 അക്ഷരമാണ് വരുന്നത്. ഒന്ന് ഹംസ, രണ്ടാമത്തത് ഹ. ഓരോന്നിൻ്റെയും ഉദാഹരണം നമുക്ക് നോക്കാം. സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് കാണാം. അവിടെ ഇയ്യാക ഹംസയാണ് ആദ്യത്തിൽ ഉള്ളത്, ഇയ്യാക എന്നാണ്. പക്ഷേ പലരും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഹംസക്ക് പകരം യാ ആണ് ഉച്ചരിക്കുന്നത്, യാ ആണ് ഉച്ചരിക്കുന്നത്. ഇയ്യാക എന്നോതും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഓതാറുണ്ട്. അത് തെറ്റാണ്, നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബി ഇദ്നി റബ്ബിഹിം, ബി ഇദ്നി, ബി ഇ ഹംസയാണ് അവിടെ ഉള്ളത്, രണ്ടാമത്തെ അക്ഷരം. അതിനെയും പലരും തെറ്റിച്ചുകൊണ്ട് ബി ഇദ്നി, ബി കഴിഞ്ഞിട്ട് യാ ആക്കിയിട്ട് ഉച്ചരിക്കാറുണ്ട് ഹംസയെ. ബി ഇദ്നി റബ്ബിഹിം എന്ന് ഓതാറുണ്ട്, അതും തെറ്റാണ്. അതുപോലെ തന്നെ സൂറത്തുൽ അഅലയിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, റബ്ബിക്കൽ അ അൽ അഅല എന്നാണ്. ഇവിടെയും പലപ്പോഴും ഹംസയെ ഒഴിവാക്കിയിട്ട് ലാമിന് ശബ്ദ കൊടുത്തിട്ട് 2 ലാമാക്കിയിട്ട് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് ഓതാറുണ്ട്. റബ്ബിക്കൽ അ എന്ന ആ ഹംസ ഒഴിവാക്കിയിട്ട് റബ്ബിക്കല്ല, റബ്ബിക്കൽ അഅല എന്ന് ഓതാറുണ്ട്, അതും തെറ്റാണ്. മറിച്ച് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അൽ അഅല ഹംസ അവിടെ ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഹാവിൻ്റെ ഉദാഹരണം വന്നാൽ അല്ലാഹു എന്ന അള്ളാഹുവിൻ്റെ നാമം അല്ലാഹു. അവിടെ പലരും അല്ലാഹു വാവാക്കാറുണ്ട്, ഹാവിനെ വാവാക്കിയിട്ട് ഓതുന്ന ഒരവസ്ഥ ഉണ്ട്, അത് തെറ്റാണ്. അല്ലാഹു എന്നാണ്, അല്ലാഹു എന്നല്ല. അതേപോലെ ഇഹ്ദിന, സൂറത്തുൽ ഫാത്തിഹയിലാണെങ്കിൽ ഇഹ്ദിന സിറാത്ത എന്നാണ്. ഇഹ്ദിന എന്നല്ല, ഹ അല്ല, ഇഹ്ദിന ഹ ആണ്. അതുപോലെ തന്നെ സൂറത്തു ദുഹയിൽ ഫലാ തൻഹർ വ അമ്മ സായില ഫലാ തൻഹർ, അവിടെ ഹ ആണ്. അവിടെ ചിലപ്പോൾ ഹ മാറിയിട്ട് ഹ ആക്കിയിട്ട് ഉച്ചരിക്കാറുണ്ട്, ഫലാ തൻഹർ എന്ന് ഓതും, അതൊക്കെ തെറ്റാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
അടുത്തത് വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. 2 അക്ഷരങ്ങളാണ് ഐൻ ഹ. ഐൻ ഹ വളരെ പരിശീലനം ആവശ്യമുള്ള, പലർക്കും പെട്ടെന്ന് ശരിയാവാത്ത അക്ഷരങ്ങളാണ്. ഒന്ന് ഐൻ, അതുപോലെ തന്നെ ഹാവ്. ഹാവ് പിന്നെങ്കിലും ശരിയാവും. ഐന് പലപ്പോഴും തെറ്റാറുണ്ട്. ഐൻ എന്ന അക്ഷരം പ്രത്യേകിച്ച് മലയാളത്തിലൊന്നും ഇല്ലാത്തൊരക്ഷരം കൂടിയാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ആദ്യം അഊദു ഓതും. അവിടെ അഊദു എന്നാണ്. ഇവിടെ പലരും എന്ത് ചെയ്യും, ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ തെറ്റിച്ചിട്ട് ഹംസ ആക്കിയിട്ട് ഓതും. അഊദു എന്നാണ് ഓതുക. അഊദു, അത് തെറ്റാണ്. അതുപോലെ തന്നെ അൻഅംത, അൻഅംത എന്നുള്ളിടത്ത് അൻഅംത ഹംസയാക്കിയിട്ട് ഓതാറുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തഅലമൂന, തഅലമൂന എന്നുള്ളിടത്ത് ഐന് മാറ്റിയിട്ട് തഅലമൂൻ ഹംസയാക്കിയിട്ട് ഓതാറുണ്ട്, തഅലമൂൻ. ഇതൊക്കെ തെറ്റാണ്. ഇനി ഹായിൻ്റെ ഉദാഹരണം നോക്കിയാൽ അൽഹംദു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു ഹ ആണ്. വളരെ ഷാർപ്പായിട്ട് ഉച്ചരിക്കേണ്ട ഒരു അക്ഷരമാണ് ഹ എന്ന അക്ഷരം. അത് പലപ്പോഴും ഹ ആവുന്നുണ്ട്. അൽഹംദു എന്ന് ഓതുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, അത് തെറ്റാണ്. അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. അഹദ്, അവിടെ അഹദ് എന്ന് ഓതാറുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, തെറ്റാണ്. അതുപോലെ തന്നെ സൂറത്തു ദുഹയിൽ വദ്ദുഹ എന്നാണ്. വദ്ദുഹ, അവിടെ ഹാന് പകരം ഹ ഓതാറുണ്ട്. വദ്ദുഹ എന്നോതുന്ന ആളുകളുണ്ട്. ഇതൊക്കെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തേത് അദ്നൽ ഹൽക്ക്, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അവിടെ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട 2 അക്ഷരങ്ങളാണ്. ഒന്ന് ഗൈൻ, അതുപോലെ തന്നെ ഖ. വളരെയധികം തെറ്റുന്ന 2 അക്ഷരങ്ങളാണ് ഗൈനും ഖാവും. സൂറത്തുൽ ഫാത്തിഹയിൽ ഗൈരിൽ മഗ്ദൂബി എന്നാണ്. ഗൈരിൽ മഗ്ദൂബി ഗൈനാണ്. അപ്പോൾ ഇത് ഗൈരിൽ മഗ്ദൂബി മാറിയിട്ട് ചില ആളുകൾക്ക് ഗ എന്ന അക്ഷരമാവാറുണ്ട്. അറബി ഭാഷയിൽ തന്നെ ഇല്ലാത്ത ഗൈരിൽ മഗ്ദൂബി എന്നൊക്കെ ഓതുന്ന ഒറ്റപ്പെട്ട ആളുകളെങ്കിലും ഉണ്ട്. അത് തെറ്റാണ്. അപ്പോൾ ഗൈരിൽ മഗ്ദൂബി എന്ന് തന്നെ ഗൈന് വളരെയധികം പരിശീലനം ആവശ്യമുള്ള അക്ഷരമാണ്, അത് ശരിയാക്കണം. അഗ്ലാല, അഗ്ലാല, അഗ്ലാല എന്നല്ല, ഗൈനാണ്. ഗാല ഗൈൻ, അഗ്ലാല എന്ന് ഓതണം. മഗ്ഫിറ, മഗ്ഫിറ, ഇവിടൊക്കെയും ഗൈനാണ് വരുന്നത്. അടുത്തത് ഖ എന്ന അക്ഷരം. ഖലഖസ് സമാവാതി വൽ അർദ്, ഖലഖ. അവിടെ ഖ മാറിയിട്ട് ചിലർക്കെങ്കിലും ഖാഫാവും. ഖലഖസ് സമാവാതി എന്ന് ഓതുക, ഖലഖ എന്ന് ഓതും. ഖാനെ ഖാഫാക്കിയിട്ട് ഓതും. അതല്ലെങ്കിൽ വേറെ രൂപത്തിൽ തെറ്റിച്ചിട്ട് ഓതുന്ന അവസ്ഥ കാണാറുണ്ട്. അത് നമ്മൾ ശരിയാക്കേണ്ട കാര്യമാണ്. യഖ്റുജു, യഖ്റുജു എന്നാണ്. ഖ ആണ്. അതേപോലെ തന്നെ യഖാഫൂന, യഖാഫൂന. ഇങ്ങനെ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് പരിശീലിച്ച് ശരിയാക്കേണ്ട അക്ഷരങ്ങളാണ് ഈ പറഞ്ഞ ഖ, ഗൈൻ പോലെയുള്ള അക്ഷരങ്ങൾ. ഇങ്ങനെ ഹൽക്കിൻ്റെ 3 ഉപമഖ്റജുകളിൽ നിന്നായി 6 അക്ഷരങ്ങളാണ് വരുന്നത്. ഈ ഓരോ അക്ഷരങ്ങളും നമ്മൾ ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ പലപ്പോഴും തെറ്റുന്ന അക്ഷരങ്ങളാണ്. ഉച്ചാരണം തെറ്റിപ്പോകുന്ന, സൂറത്തുൽ ഫാത്തിഹയിലടക്കം ആവർത്തിച്ച് പിഴവുകൾ സംഭവിക്കുന്ന അക്ഷരങ്ങളാണ്. അതിൻ്റെ ശരിയായ മഖ്റജ് നമ്മൾ പരമാവധി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ, പരിശീലിച്ചു കൊണ്ട് തന്നെ ശരിയാക്കേണ്ടതുണ്ട്. അതിനായിക്കൊണ്ട് ഓരോ അക്ഷരങ്ങൾക്കും ഹറക്കത്തിട്ടുകൊണ്ട് നമ്മൾ പരിശീലിക്കണം. ഹ, ഹി, ഹു, ഹ് ഇങ്ങനെ പറഞ്ഞ് പരിശീലിക്കണം ഓരോ അക്ഷരങ്ങളും. അ, ഇ, ഉ, ഇ, ഹ, ഹി, ഹു, ഹ്, അ, ഇ, ഉ, ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും അതിന് ഓരോ ഹറക്കത്തിട്ടുകൊണ്ട് ഇങ്ങനെ നമ്മൾ പരിശീലിച്ചാൽ മാത്രമേ ഇത് ശരിയാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.